Hello my dear friends, welcome to Cypro. Junior Scientific Officer week 8 timetable നമുക്ക് നോക്കാം. എക്സാമിനേഷൻ PSC കലണ്ടർ അനുസരിച്ച് ഒക്ടോബർ നവംബർ ഡിസംബറിലൊക്കെ ആകാനാണ് സാധ്യത. അപ്പോൾ നിങ്ങൾക്ക് കൂടിപ്പോയ ഒരു 5-6 മാസമോ ഉണ്ടാവുള്ളൂ ഇനി പഠിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പഠിക്കുക. നമുക്ക് കുറേ ടോപ്പിക്സ് പഠിക്കാനുണ്ട്. മൈക്രോബയോളജി, ബയോകെമിസ്ട്രി, അതുപോലെ തന്നെ MLT, പിന്നെയും വേറെ ടോപ്പിക്സൊക്കെ സൈഡ് വൈസ് കുറച്ചുകൂടി ഉണ്ട്. അപ്പോൾ എല്ലാം നന്നായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ മാക്സിമം ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുക. നമുക്ക് ഈ വർഷം ലൈഫ് സയൻസിന് ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഒന്നും ഇല്ല അല്ലേ, കുറച്ച് എക്സാംസ് മാത്രമേ വിളിച്ചിട്ടുള്ളൂ. അപ്പോൾ അതനുസരിച്ച് എത്രത്തോളം നിങ്ങൾക്ക് ഈ എക്സാം ക്വാളിഫൈ ചെയ്യണം അല്ലേ, ലിസ്റ്റിൽ വരണം, ജോലി കിട്ടണം, അത് എത്രത്തോളം നിങ്ങൾക്ക് വേണം അതുപോലെ തന്നെ പഠിക്കുക നന്നായിട്ട്. നമുക്ക് ചാൻസ് കുറവ് ആണ് അല്ലേ, ഈ ഇയറിൽ കുറവാണ് വന്നേക്കുന്നത്. അപ്പോൾ മൈക്രോബയോളജിക്കാർക്ക് ഒരു നമ്മുടെ റിസർച്ച് അസിസ്റ്റൻറ്റും കൂടിയാണ് വിളിച്ചേക്കുന്നത്, വേറെ സബ്ജക്റ്റിന് ഇല്ല അല്ലേ. ബയോകെമിസ്ട്രിക്കാർക്ക് ജൂനിയർ സയൻറ്റിഫിക് ഓഫീസറും പിന്നെ ബയോകെമിസ്റ്റും ഉണ്ട്, വേറെ ഒന്നും ഇതുവരെ വിളിച്ചിട്ടില്ല. വിളിക്കാനുള്ള സാധ്യതകളും കുറവാണ്. അപ്പോൾ എല്ലാ എക്സാം നിങ്ങൾ അപ്ലൈ ചെയ്തേക്കുന്നത് നന്നായിട്ട് പഠിക്കുക. നമുക്ക് ടൈം ടേബിളൊക്കെ നോക്കാം. അതുപോലെ തന്നെ സൈപ്രോ JSO ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് 9048900045 കോൺടാക്റ്റ് ചെയ്യുക. എല്ലാ ദിവസവും മാക്സിമം എക്സാംസ് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഡേ 1 ഫാർമക്കോളജി ക്ലാസ് 1 ഇൻട്രൊഡക്ഷൻ ടു ഫാർമക്കോളജി. അത് കഴിഞ്ഞ ശേഷം ഇമ്മ്യൂണോളജി പഠിക്കുക, ട്രാൻസ്പ്ലാന്റേഷൻ ഇമ്മ്യൂണോളജി. ഇത് പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് ടെസ്റ്റ് സീരീസ് ചെയ്യാം ട്രാൻസ്പ്ലാന്റേഷൻ ഇമ്മ്യൂണോളജിയുടെ. പിന്നെ ഇന്ന് പഠിച്ച ടോപ്പിക്സൊക്കെ നന്നായിട്ട് റിവൈസ് ചെയ്യുക, റീകോൾ ചെയ്യുക. അതുകൂടാതെ നമ്മൾ നേരത്തെ പഠിച്ച റെസ്പിറേഷൻ എൻഡോക്രൈനോളജിയൊക്കെ നന്നായിട്ട് പഠിക്കാം. ഡേ 2 ഫാർമക്കോളജി ക്ലാസ് 2 ഫാർമക്കോകൈനറ്റിക്സ്. അത് പഠിച്ചതിന് ശേഷം മോളിക്കുലർ ബയോളജി ക്ലാസ് പഠിക്കുക. പിന്നെ മൈക്രോബയോളജി ക്ലാസ് ഇൻഡിക്കേറ്റർ ഓർഗാനിസംസ് പഠിക്കുക. മോളിക്കുലർ ബയോളജിയുടെ ടെസ്റ്റ് സീരീസ് ചെയ്യുക, സെൻട്രൽ ഡോഗ്മ. ഓക്കെ, പിന്നെ റിവിഷൻ, റീകോൾ. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പഠിച്ച ഇമ്മ്യൂണോളജി ക്ലാസ്സുകളെല്ലാം തന്നെയും ഒന്ന് റിവൈസ് ചെയ്യുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സും കാര്യങ്ങളൊക്കെ ഒന്ന് റിവൈസ് ചെയ്യുക. ഡേ 3 ഫാർമക്കോളജി ഡ്രഗ് മെറ്റബോളിസം പഠിക്കുക. മോളിക്കുലർ ബയോളജി ട്രാൻസ്ലേഷൻ പഠിക്കുക. ട്രാൻസ്ലേഷൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, അത് പതുക്കെ പഠിച്ചു തുടങ്ങുക. അതുപോലെ തന്നെ അന്നത്തെ ദിവസം റീകോൾ ചെയ്യുക, പഠിച്ചതെല്ലാം റീകോൾ ചെയ്യുക. കുറച്ച് ബുദ്ധിമുട്ടുള്ള ഏരിയയാണ്, അപ്പോൾ ഒന്ന് റീകോൾ ചെയ്യുക, കുറച്ച് സമയം എടുക്കും റിവിഷനൊക്കെ ആയിട്ട്. പിന്നെ നമ്മൾ ബയോകെമിസ്ട്രിയും കൂടി റിവൈസ് ചെയ്യുക, റീകോൾ ചെയ്യുക. ഡേ 4 ഫാർമക്കോളജി ക്ലാസ് 5 ഡ്രഗ് എലിമിനേഷൻ. അതുപോലെ തന്നെ മോളിക്കുലർ ബയോളജി ട്രാൻസ്ലേഷൻ പാർട്ട് 2 ക്ലാസ് പഠിക്കുക. മൈക്രോബയോളജി നമ്മൾ വാട്ടർ ക്വാളിറ്റി ടെസ്റ്റുകളൊക്കെ പഠിക്കുക. മോളിക്കുലർ ബയോളജി ടെസ്റ്റ് സീരീസ് ചെയ്യുക, ട്രാൻസ്ലേഷൻ, പിന്നെ റിവിഷൻ ചെയ്യുക, റീകോൾ ചെയ്യുക. അതുപോലെ തന്നെ ഇൻസ്ട്രുമെൻറ്റേഷൻ, ഇപ്പോൾ നമ്മൾ ക്രൊമാറ്റോഗ്രഫി ടെക്നിക്സ് കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞല്ലോ, അതെല്ലാം ഒന്ന് റിവിഷൻ റീകോളൊക്കെ ചെയ്യുക. ഡേ 5 ഫാർമക്കോളജി ക്ലാസ് പഠിക്കുക. അതുപോലെ തന്നെ മോളിക്കുലർ ബയോളജി ക്ലാസ് പോസ്റ്റ് ട്രാൻസ്ലേഷൻ മോഡിഫിക്കേഷൻ പഠിക്കുക. മൈക്രോബയോളജി ക്ലാസ് ബാക്ടീരിയോളജിക്കൽ എക്സാമിനേഷൻ ഓഫ് വാട്ടറിലെ ബാക്കി ടെസ്റ്റുകളൊക്കെ പഠിക്കുക. പിന്നെ ടെസ്റ്റ് സീരീസ് ഇൻഡിക്കേറ്റർ ഓർഗാനിസംസ് ആൻഡ് ടെസ്റ്റ് മൈക്രോബയോളജി ചെയ്യുക. പിന്നെ റീകോൾ ആൻഡ് റിവിഷൻ, നമ്മൾ ഇന്ന് പഠിച്ചതൊക്കെ ഒന്ന് റീകോളും റിവിഷനൊക്കെ ചെയ്യുക. പിന്നെ നമ്മൾ ബ്ലഡിൽ അല്ലേ, നമ്മൾ ഹെമറ്റോളജിയിൽ പഠിച്ച കാര്യങ്ങളൊക്കെ റിവൈസ് ചെയ്യുക, റീകോൾ ചെയ്യുക. ഡേ 6 ഫാർമക്കോളജി പഠിക്കുക, മെക്കാനിസം ഓഫ് ആക്ഷൻ ഓഫ് ഡ്രഗ്സ്. മോളിക്കുലർ ബയോളജി ക്ലാസ് മ്യൂട്ടേഷൻ ആൻഡ് റിപ്പയർ പഠിക്കുക. അത് കഴിഞ്ഞ ശേഷം മോളിക്കുലർ ബയോളജി ടെസ്റ്റ് സീരീസ് ചെയ്യുക, മ്യൂട്ടേഷൻ ആൻഡ് DNA റിപ്പയർ. പിന്നെ ബയോകെമിസ്ട്രി ടെസ്റ്റും ചെയ്യുക. ഫാർമക്കോളജിയിൽ നമ്മൾ ഈ വീക്ക് പഠിച്ചതെല്ലാം ഒന്ന് എക്സാം എഴുതുക അതിൻ്റെ. ഓക്കെ, അതാണ് ഡേ 6. പിന്നെ നമ്മൾ ഇന്ന് പഠിച്ചതെല്ലാം ഒന്ന് റിവൈസ് ചെയ്യുക, റീകോൾ ചെയ്യുക. പിന്നെ നമ്മൾ നേരത്തെ പഠിച്ച മെഡിക്കൽ മൈക്രോബയോളജി ക്ലാസ്സസ് ഒന്ന് റിവൈസ് ചെയ്യുക, പഠിച്ചതൊക്കെ ഒന്ന് റിവൈസ് ചെയ്യുക, ഓർത്ത് നോക്കുക. ഫാർമക്കോളജി ക്ലാസ് 9 ടോക്സിക്കോളജി പഠിക്കുക. പിന്നെ റിവൈസ് ചെയ്യുക ഫാർമക്കോളജി, അതിൻ്റെ ടെസ്റ്റ് സീരീസും ചെയ്യുക ഫാർമക്കോളജിയുടെ. നമ്മുടെ ടൈം ടേബിൾ അനുസരിച്ച് പകുതി ടോപ്പിക്കുകൾ
കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് ഒരു എക്സാമിനേഷൻ എഴുതുക. ഓക്കെ, എക്സാമിനേഷൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് യൂട്യൂബിൽ അവൈലബിൾ ആണ്, അത് നോക്കുക കേട്ടോ. അപ്പോൾ അത് ഏകദേശം നമുക്കൊരു 90 മിനിറ്റ്സിൽ തന്നെ എക്സാമിനേഷൻ എഴുതി തീർക്കണം. OMR ഷീറ്റിൽ എഴുതുക. അപ്പോൾ ഈ എക്സാമിനേഷൻ നിങ്ങൾ ഇതേ ടൈം ടേബിളിൽ തന്നെ പഠിച്ചു പോയെങ്കിൽ ഒരു 40-45 മാർക്ക് എന്തായാലും കിട്ടണം. ഓക്കെ, ഒരു 40-45-50 ആ ഒരു റേഞ്ചിൽ വേണം സ്കോർ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പഠിക്കുക. സൈപ്രോ JSO ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. ജോയിൻ ചെയ്യാനായിട്ട് കോൺടാക്റ്റ് ചെയ്യുക 9048900045. താങ്ക് യു.